ഇമോഷണൽ ഇന്റലിജൻസ് എത്ര ലെവലിൽ ഉണ്ടാകും? ഇമോഷണൽ ഇന്റലിജൻസിന്റെ ചില ലക്ഷണങ്ങൾ നോക്കിയാലോ? ഒന്നാമത്തേത്, നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പോസ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ലക്ഷണമാണ്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ ഏതാണ്, ആ സമയം നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസിന്റെ മികച്ചൊരു ലക്ഷണം തന്നെയാണത്. മൂന്നാമത്തേത്, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിങ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുമായിരിക്കും തിരിച്ചെത്താനായിട്ട്, ബട്ട് സ്റ്റിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രിഗേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എംപതി കാണിക്കാനായിട്ട് സാധിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളോട് എംപതി ഒക്കെ തോന്നും, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറീസ് ലൂസ് ചെയ്യില്ല. പിന്നെയോ, നിങ്ങളൊരു നല്ല ലിസണർ ആണ്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ്. നിങ്ങൾ ഓപ്പൺ ടു ഫീഡ്ബാക്ക് ആണ്. പക്ഷെ എന്ത് ഉൾക്കൊള്ളണം, എന്ത് ഉൾക്കൊള്ളണ്ട എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അതായത് സ്വന്തം വികാരങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാനും നിയന്ത്രിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. മാത്രമല്ല, സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിങ്ങളിലുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണൽ ഇന്റലിജൻസ് നിങ്ങൾക്കുണ്ട്. ഒരു ബന്ധത്തിലേക്ക് പോകാനായാലും ഒരു ജോലിയിലേക്ക് പോകാനായാലും, അതായത് ഏത് തരത്തിലുള്ള ബന്ധങ്ങളിൽ, പ്രൊഫഷണൽ പേഴ്സണൽ റിലേഷൻഷിപ്പുകളിൽ ഇമോഷണൽ ഇന്റലിജൻസ് അത്യാവശ്യമാണ്. നമുക്ക് നമ്മളോടുള്ള റിലേഷൻഷിപ്പിലും ഇമോഷണൽ ഇന്റലിജൻസ് കൂടിയേ തീരൂ. അതല്ല എങ്കിൽ നമ്മൾ അവിവേകം കാട്ടാൻ തുടങ്ങും.